ഹരേ കൃഷ്ണ. ശ്രീരാമനും കൂട്ടരും അയോധ്യയിലേക്കുള്ള യാത്രയാണ് ഞാനിവിടെ പറയുന്നത്. ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയവരോടൊപ്പം ലങ്കാനിവാസികൾ നോക്കി നിൽക്കെ ഹംസവാഹനമായ പുഷ്പക വിമാനത്തിൽ കയറി ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു. ശ്രീരാമൻ പുഷ്പക വിമാനത്തിലിരുന്ന് ഭൂമിയിലെ പല കാഴ്ചകളും സീതാദേവിക്ക് കാണിച്ചു കൊടുത്തു. സീതയെ, താഴോട്ട് നോക്കൂ, അതാ ഒരു നേർവര കാണുന്നില്ലേ? അതാണ് ലങ്കയിലേക്ക് കടക്കുവാൻ വേണ്ടി സുഗ്രീവാദി വാനരന്മാർ നിർമ്മിച്ച പാലം. അതാ ഒരു പർവ്വതം ഉയർന്നു കാണുന്നില്ലേ? അതാണ് മഹേന്ദ്ര പർവ്വതം. അതിൽ നിന്നാണ് മാരുതി സമുദ്ര ലംഘനം ചെയ്ത് ആദ്യം ലങ്കയിലെത്തിയത്. ഇങ്ങനെ പ്രകൃതി ഭംഗിയാർന്ന ദൃശ്യങ്ങൾ, പുണ്യസങ്കേതങ്ങൾ, പുണ്യാശ്രമങ്ങൾ എന്നിവ ശ്രീരാമൻ സീതാദേവിക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് പുഷ്പക വിമാനം കിഷ്കിന്ധയുടെ മുകൾ ഭാഗത്തെത്തിയപ്പോൾ ശ്രീരാമൻ കിഷ്കിന്ധയെപ്പറ്റിയും സുഗ്രീവ രാജധാനിയെക്കുറിച്ചും ചൊല്ലിക്കൊടുത്തു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സീതാദേവി ശ്രീരാമനോട് പറഞ്ഞു, നാഥ, സുഗ്രീവ പത്നിയെയും തോഴിമാരെയും കൂടി നമുക്ക് അയോധ്യയിൽ കൂട്ടിക്കൊണ്ട് പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സീതാദേവിയുടെ ആഗ്രഹം അറിഞ്ഞു ശ്രീരാമൻ പുഷ്പക വിമാനം കിഷ്കിന്ധയിലിറക്കി. സുഗ്രീവൻ വിമാനത്തിൽ നിന്നിറങ്ങി രാജധാനിയിലെത്തി പത്നിയോട് പറഞ്ഞു, പ്രിയേ, സീതാദേവി ഭവതിയെയും തോഴിമാരെയും കൂട്ടി അയോധ്യയിൽ ചെല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു. അത് കേട്ട് സുഗ്രീവ പത്നി തോഴിമാരോടൊപ്പം പുറപ്പെട്ടു. അത് കണ്ട് സീതയ്ക്ക് വളരെ സന്തോഷമായി. അവിടെ നിന്നും പുഷ്പക വിമാനം വീണ്ടും ഉയർന്നു. അത് പമ്പാസരസ്സും ശബരി ആശ്രമവും പിന്നിട്ട് യമുനാ നദീപ്രാന്തത്തിന് മുകളിലെത്തിയപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, മിത്രങ്ങളെ, യമുനാ നദീതീരത്തിലുള്ള ഭരദ്വാജ ആശ്രമത്തിലിറങ്ങി വിശ്രമിച്ചിട്ടാകാം ഇനിയത്തെ യാത്ര. അങ്ങനെ പുഷ്പക വിമാനം ഭരദ്വാജാശ്രമത്തിലെത്തി. ശ്രീരാമൻ മുനിപാദങ്ങളെ വന്ദിച്ച ശേഷം കുശലപ്രശ്നങ്ങൾ ആരാഞ്ഞുകൊണ്ട് ചോദിച്ചു, മുനിപ്രവരരെ, അയോധ്യയിൽ മാതാക്കൾക്കും ഭരതനും സുഖം തന്നെയല്ലേ? അത് കേട്ട് മുനി പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, രാമ, അയോധ്യയിൽ എല്ലാവർക്കും സുഖം തന്നെ. ഭരതൻ നിന്റെ വരവും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ്. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്.